പോലീസിന് 2 റീസൺ കൊണ്ട് താടി വെക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഒരു അമേരിക്കൻ ഓഫീസർ ആയത്, ഒരു പോലീസ് ഓഫീസർ ആയത്? മാസത്തിന് ആദ്യമാണോ അവസാനമായിരിക്കും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കിട്ടുന്നത്? കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അമേരിക്കൻ ജയിലിൽ എന്താണ് ഭക്ഷണം? നമുക്ക് പറഞ്ഞു. So once again, welcome back to Travel with American Eagle. It's me, Joel Reggie. ഒരുപാട് പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പേരിൽ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ ആട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ 2-3 വീഡിയോ പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അമേരിക്കൻ പോലീസിൻ്റെ കാറെല്ലാം കാണിച്ച് ഒരു റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ഒരുപാട് കമൻസ് വന്നു. അതിൻ്റെ ബേസിൽ അമേരിക്കൻ പോലീസിനെ കൈ കിട്ടിയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചില്ലല്ലോ എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയാട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ കൂടെ 4 പോലീസുകാരുണ്ട്. ഇതിൽ ചില മുഖങ്ങൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. നമ്മുടെ വീഡിയോ ഏകദേശം ഒരു 3,70,000 പേര് കണ്ടല്ലേ. അപ്പോൾ വൈറലായ പോലീസുകാർ നമ്മുടെ കൂടെ ഉണ്ട്. പുതിയൊരു പോലീസുകാരനും കൂടെ ഉണ്ട്. അപ്പം അമേരിക്കൻ പോലീസിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഇന്ന് ഇവരെ വിളിച്ചു വരുത്തിയേക്കുന്നത്. തുടങ്ങിയാലോ? എന്നാലും നമുക്കൊന്ന് പരിചയപ്പെടാൻ തുടങ്ങാം. അപ്പോൾ എങ്ങനെയാ ഓഫീസറുടെ പേര് പറഞ്ഞു? എൻ്റെ പേര് റോബിൻ സാമുവൽ. ഞാൻ ഫിലാഡൽഫിയ ഷെറിഫ്സ് ഓഫീസിൽ ഡെപ്യൂട്ടി ഷെറിഫായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് റീജോ കോരുതു. ഞാനാണെങ്കിൽ ഫിലാഡൽഫിയ പോലീസിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിലെവിടെ, സ്ഥലം എവിടെയാ? എൻ്റെ നാട്ടിൽ കൊട്ടാരക്കര വാളകം. ഓക്കെ, റോബിൻ എവിടെയാ? റാന്നിയിലാണ്. വിട്ടുപോയി. ഓക്കെ, അടുത്ത ആളാ ടൈസൺ മാത്യു. ഞാനിപ്പം ബെൻസാവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി. നാട്ടിൽ കോട്ടയം. അതെല്ലാവർക്കും അറിയാം. അടുത്ത ആള്. എന്റെ പേര് ബ്ലസൻ മാത്യു. ഞാൻ ഫിലാഡൽഫിയ പോലീസായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടില് പത്തനാപുരം പിടവൂര്. അത് എടുത്തു പറയണം, അല്ലെ വീണ്ടും കമന്റ് വരും. അപ്പൊ നമുക്ക് ഇവരെ പരിചയപ്പെടാം. കൂടുതലായിട്ട് ഇവരുടെ ഡ്യൂട്ടി എന്താണ്, ഇവരെന്താണ് ലൈക് ആസ് എ ഓഫീസറായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ നടത്തുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2 വീഡിയോ പുറത്തു വന്നു. അതിൽ ഏകദേശം 1 വൈറലായി പല സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് ഒരു പബ്ലിക് റെസ്പോൺസ്? എങ്ങനെ നിങ്ങൾക്കുണ്ടായ റെസ്പോൺസ് എന്തൊക്കെയാണ്? വളരെയധികം പോസിറ്റീവായിട്ടൊരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും കിട്ടി. അതുപോലെ പഴയ ഫ്രണ്ട്സും ഒരുപാട് എനിക്കറിയാത്ത ആൾക്കാരിൽ നിന്ന് തന്നെ ഒരുമാതിരി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിയത്. എനിക്ക് എടുത്തു പറയാനുള്ളത്, ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇപ്പൊ കനേഡിയൻ നിന്നും ഓസ്ട്രേലിയൻ പോലീസൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്ത്, മലയാളി പോലീസുകാർ ഇവരെ കോൺടാക്ട് ചെയ്ത്, അവർക്ക് അവിടെ അധികം പോലീസുകാരില്ല. അമേരിക്കയിൽ ഇത്രയും മലയാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചു പോലും അല്ലെ കോൺടാക്ട് വന്നില്ല. ഞങ്ങൾക്ക് ഓസ്ട്രേലിയന്ന് അതുപോലെ ദുബായിന്ന് നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള ഒരു വലിയ ഇമ്പാക്ട് അത് തന്നെയാണല്ലോ. തീർച്ചയായും. അപ്പൊ നമുക്ക് ആദ്യം റിജോ ഓഫീസറിനോട് ചോദിച്ചു തുടങ്ങാം അല്ലെ. എന്തുകൊണ്ടാണ് ഒരു അമേരിക്കൻ ഓഫീസർ ആയത്, ഒരു പോലീസ് ഓഫീസർ ആയത്? അമേരിക്കയിൽ ഞാൻ വന്നത് 2011-ലാണ്. അന്നേരം എനിക്ക് ഈ അമേരിക്ക എന്ന് പറയുന്നത് എന്താണെന്നോ, ഇവിടെ വന്ന് എന്താ പറയുക ഇൻവോൾവ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്ത സമയത്ത് ഒരു ചലഞ്ചിങ് ജോബായിട്ട് തോന്നി. 2 നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അധികം ആൾക്കാർ കൈവച്ചിട്ടില്ലാത്തൊരു മേഖലയാണ്. അത് രണ്ടാമത്തെ ഒരു മെയിൻ റീസൺ. പിന്നെ 3 നമ്മൾ ഇതിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എന്താ പറയുക ഒരു ജിയോഗ്രാഫിക് ഏരിയ, അങ്ങനെ കുറേ നമുക്ക് ഒത്തിരി ചലഞ്ചിങ് ആയിട്ട് തോന്നി. അത് നമ്മൾ വന്നു, അതിലേക്ക് കയറി. പിന്നെ നമുക്ക് കൂടുതൽ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യാനും ഈ പോലീസ് എന്താണെന്നുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു എപ്പോഴും എന്താ പറയുക മാറി നിൽക്കും നമ്മുടെ കമ്മ്യൂണിറ്റി. ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആയ പോലും 911 വിളിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൽ വന്നു കഴിഞ്ഞാൽ അതെന്റെ എന്താ പറയാ എന്റെ സോഷ്യൽ സെക്യൂരിറ്റിയുമായിട്ട് ആഡ് ചെയ്യുമോ, എനിക്ക് ഫ്യൂച്ചറിൽ ഒരു ജോലിക്ക് അത് ബാധ്യത ഉണ്ടാകുമോ, അങ്ങനെയുള്ള ഒത്തിരി സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു. അന്നേരം അത് എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നി. അങ്ങനെ അധികമായിട്ട് ഇത് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇവർക്ക് 2 താടിയില്ല, പോലീസിന് താടി വെക്കാൻ പറ്റുമോ? പോലീസിന് 2 റീസൺ കൊണ്ട് താടി വെക്കാം. ഒന്ന്, മെഡിക്കൽ കണ്ടീഷൻസ് പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഡോക്ടർ നോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ റിലീജിയസ് റീസൺസ്. അപ്പം ഐ തിങ്ക് സിഖുകാർക്ക് അങ്ങനെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ they have to provide ആ പേപ്പർ വർക്ക് പ്രൊവൈഡ് ചെയ്താൽ വെക്കാന്ന് പറഞ്ഞാലും it has to be a short length. Like നമുക്ക് ബിഗ് ആയിട്ട് വെക്കാൻ പറ്റില്ല, പക്ഷെ ഷോർട്ട് ലെങ്ത് വെക്കാം. പിന്നെ 3ാമത്തെ റീസൺ കൂടെ ഉണ്ട്, മടിയാണെങ്കിൽ. ഇവ പക്ഷേ 2 ഇത് വൈറലായി ലുക്കിന് വേണ്ടി ചോദിക്കാൻ വീഡിയോയിൽ കണ്ട പോലീസ്.
ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ഉണ്ടല്ലോ, ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ പേജില് കമ്മ്യൂണിറ്റി പോസ്റ്റ് തന്നെ വന്ന ചോദ്യങ്ങളാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഓരോന്നായി ചോദിക്കുന്നത്. അപ്പൊ ചിലത് ഫോർമൽ ആയിരിക്കും, ചിലപ്പോൾ ഇൻഫോർമൽ ആയിരിക്കാം. പോലീസാണ്, പുള്ളി ഷെറീഫാണ്. അപ്പം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന് തമ്മിൽ വ്യത്യാസം ഒന്ന് പറയാമോ? എന്താ ഡ്യൂട്ടി, അല്ലെങ്കിൽ പോലീസുമായിട്ട് എന്താ വ്യത്യാസം? ഷെറഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ജോബ് എന്ന് പറയുന്നത് കൗണ്ടി ടു കൗണ്ടി ഡിഫറെന്റ് ആയിരിക്കും. അമേരിക്ക ഓവറോൾ നോക്കുവാണെങ്കിൽ ഓരോ കൗണ്ടിയിലും ഓരോ അസൈൻമെന്റ്സ് ആണ് ഷെറഫിനും പോലീസിനും. ഷെറഫും പോലീസ് എന്ന് പറയുന്നത് സെയിം അതോറിറ്റിയാണ്, പക്ഷെ അവരുടെ ഡ്യൂട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും കൗണ്ടി ടു കൗണ്ടി. ഇപ്പം ഫിലഡൽഫിയ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ഫിലഡൽഫിയ നമുക്ക് പോലീസുണ്ട്, ഫിലഡൽഫിയ ഷെറഫും ഉണ്ട്. പോലീസ് മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ അവർ മെയിനായിട്ട് പെട്രോൾ ചെയ്യുന്നതും 911 വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നതെല്ലാം അവരാണ്. ചെല്ലുന്നതും എല്ലാം ചെയ്യുന്നത് പോലീസാണ്. പക്ഷേ ഷെറഫിന്റെ മെയിൻ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും സിവിൽ മാറ്റേഴ്സാണ് ഡീൽ ചെയ്തത്. സിവിൽ മാറ്റേഴ്സും പിന്നെ നമ്മുടെ മുനിസിപ്പൽ ബിൽഡിംഗ്, ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ നമ്മൾ സെക്യൂർ ചെയ്യുന്നതാണ് മെയിനായിട്ട് സിറ്റിയിലുള്ള. നമ്മുടെ സിറ്റി ഹാള്, പിന്നെ കോർട്ട് ഹൗസുകൾ, ഇതൊക്കെ നമ്മൾ സെക്യൂർ ചെയ്യുക, അവിടുത്തെ സെക്യൂരിറ്റിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇപ്പം ഈ ട്രയൽ വരുമ്പം നമ്മൾ ജയിലിൽ പോയിട്ട് അവിടെ നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കോർട്ടിൽ കൊണ്ടുവരണം. പിന്നെ നമ്മുടെ കസ്റ്റഡിയിലാണ്. ഇൻമേറ്റിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കോർട്ടിൽ കൊണ്ടുവരണം. കോർട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കോർട്ട് റൂം റൺ ചെയ്യണം. അതായത് ജഡ്ജ് ഓക്കെ ആണോ എന്നുള്ളത് മേക്ക് ഷുവർ, ജഡ്ജിനെ അറ്റാക്ക് ചെയ്യാതെ അങ്ങനെയൊക്കെ ചെയ്യാതെ. അപ്പം ഓരോ കോർട്ട് റൂമിൽ ഓരോ ഡെപ്യൂട്ടി കാണും. പിന്നെ ആൾക്കാർ കോർട്ട് ഹൗസിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് അവർ തോക്കും നൈഫൊന്നും ഇല്ലാതെ വരുന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. അപ്പൊ അത് ഒരു ഡിവിഷനാണ്. അപ്പം ഷെറഫ്സ് ഓഫീസ് തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വാറന്റ് യൂണിറ്റ് ഉണ്ട്, അത് വേറെ ഡിവിഷനാണ്. അതായത് ഈ അറസ്റ്റ് വാറന്റ് ഉള്ളവരെ പോയിട്ട് നമ്മൾ വീട്ടിൽ പോയി അവരെ അറസ്റ്റ് ചെയ്യുന്ന പരിപാടി, അത് വാറന്റ് യൂണിറ്റ് ഉണ്ട്. പിന്നെ വേറെ യൂണിറ്റ് വെച്ചാൽ സിവിൽ യൂണിറ്റ് ഉണ്ട്. സിവിൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സിവിലായിട്ടുള്ള, അതായത് ഇപ്പം ഒരു ലാൻഡ് ലോഡും ടെനന്റും തമ്മിലുള്ള പ്രശ്നം, അവർ വാടക കൊടുത്തില്ല അല്ലെങ്കിൽ വീടൊക്കെ നശിപ്പിച്ചപ്പോൾ അവരെ ഇറക്കി വിടണം. അപ്പോൾ ആൾക്കാർക്ക് അത് കോർട്ടിൽ വന്നിട്ട് അത് ഫയൽ ചെയ്യാൻ പറ്റും. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കിക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ഫയൽ ചെയ്ത് കഴിയുമ്പോൾ കോർട്ടിന്റെ ഓർഡർ വരുമ്പോൾ ഞങ്ങൾ വന്നിട്ട് അവരെ ഇറക്കി വിടും. സെയിം തിങ് ഫോർക്ലോഷർ അങ്ങനത്തെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ബൈക്ക് പെട്രോൾ ഉണ്ട്. ബൈക്ക് പെട്രോൾ അവര് പെട്രോൾ ചെയ്യുന്നുണ്ട് ആക്ച്വലി സിറ്റിയിലെ മെയിൻ അവര് പെട്രോൾ ചെയ്യുന്നത്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ പെട്രോൾ ചെയ്യും. പിന്നെ ഒരു ഷെറഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷെറഫേ ഉള്ളായിരുന്നു അമേരിക്ക തുടങ്ങിയ സമയത്ത്. UK ആൾക്കാരോട് വന്നില്ല, അവർ വന്ന് ഇവിടെ ടേക്ക് ഓവർ ചെയ്ത് ഇവിടെ വന്നപ്പം അന്നേരം ഷെറഫായിരുന്നു. അന്നേരം ഇവിടെ ഒത്തിരി ക്രൈമൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അന്നേരം ആക്ച്വലി ആദ്യം ഒരു ഷെറഫിനെയാണ് വന്ന് ഒരു ജനറൽ അപ്പോയിന്റ് ചെയ്ത ഒരാളെ, നീ ഇവിടുത്തെ ഷെറഫാ, നീ ഇവിടെ റൺ ചെയ്യണം. അപ്പൊ ആ ഷെറഫായിരുന്നു ഇവിടുത്തെ എന്താ പറയുന്നത് പോലീസും ജഡ്ജും ജയിലും എല്ലാം ആ ഷെറഫിനായിരുന്നു. എന്നിട്ട് അപ്പൊ ഞാൻ ഡെപ്യൂട്ടി ഷെറഫാണ്. അപ്പൊ എന്റെ ഏറ്റവും എബോവ് ഉള്ള ആളാണ്, ഏറ്റവും മെയിൻ ആളാണ് ഷെറഫ് എന്ന് പറയുന്നത്. പോലീസിനാണ് അവർ കമ്മീഷണറാണുള്ളത്, ഞങ്ങൾക്ക് ഷെറഫാണ്. അപ്പം എന്നിട്ട് ആ ആള് മറ്റാൾക്കാരെ ഹയർ ചെയ്ത് ഡെപ്യൂട്ടി ഷെറഫായിട്ട് ആക്കി. അപ്പൊ അവൻ മെയിൻ ആള്, ബാക്കി പിന്നെ ഡെപ്യൂട്ടി ഷെറഫായിട്ട്. അപ്പൊ അങ്ങനെ തുടങ്ങി. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഷെറഫ് എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടിയാണ് ഷെറഫായിട്ട്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇപ്പം നോർമലി ഇപ്പൊ നേരത്തെ സിറ്റി പോലീസ് എന്ന് പറഞ്ഞു, സിറ്റിയുടെ അണ്ടർ. അപ്പൊ നിങ്ങൾ കൗണ്ടിയാന്ന് പറഞ്ഞു. ആ ഡിഫറൻസ് ഒന്ന് പറയാമോ? ആദ്യം എന്താണ് കൗണ്ടിയും സിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് പറയാമോ? ഇപ്പം അമേരിക്കയിൽ നോക്കുവാണെങ്കിൽ ഒരു കൗണ്ടി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് നമ്മുടെ നാട്ടിലെ ഡിസ്ട്രിക്ട് പോലാണ് കൗണ്ടി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ കൗണ്ടിക്കകത്ത് തന്നെ പല സിറ്റികൾ കാണും, സിറ്റികളും ടൗൺഷിപ്പുകളും ഉണ്ട്. അപ്പം ഒരു സിറ്റിയിൽ അവരൊരു സിറ്റി ഗവൺമെന്റ് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് അവരുടേതായ ഓൺ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ അതിൻ്റെതായ ടാക്സും കാര്യങ്ങളും അതിൻ്റെതായ പോപ്പുലേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കൗണ്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ഉണ്ട്, അവർ ഹോൾ സ്റ്റേറ്റിൻ്റെതാണ് ചെയ്യുന്നത്. പിന്നെ കൗണ്ടി ഉണ്ട്. കൗണ്ടി വരുമ്പം പിന്നെ അതിനകത്ത് സിറ്റി. അപ്പൊ സിറ്റിയിൽ ഇപ്പം അവർക്കിപ്പോൾ ഓൺ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ആ സിറ്റി മാത്രം ടേക്ക് ചെയ്താൽ മതി. മനസ്സിലായി? അപ്പൊ ടൗൺഷിപ്പ് ഉണ്ട്, ടൗൺഷിപ്പിന് ആ ടൗൺഷിപ്പ് മാത്രം ടേക്ക് ചെയ്താൽ മതി. പക്ഷേ ചില ടൗൺഷിപ്പുകളിലെ ചില സിറ്റികളിൽ മിക്കവാറും പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാണും. പക്ഷേ ചില ടൗൺഷിപ്പ് ഇവിടെ ഫിലിയിലാണെങ്കിൽ നമുക്ക് കൗണ്ടിയും സിറ്റിയും സെയിം സൈസ് ആണ്. ഫിലാഡൽഫിയ എന്ന് പറയുന്നത് അതിന്റെ പെരിമീറ്റർ സെയിം ആണ്, സിറ്റിയും കൗണ്ടി എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷെ നമ്മളിപ്പോ ബക്സ് കൗണ്ടി എടുത്തു കഴിഞ്ഞാൽ ബക്സ് കൗണ്ടി എന്ന് പറയുന്നത് വലിയ ഇതാണ്. പക്ഷെ അതിനകത്ത് പല ടൗൺഷിപ്പുകളാണ്. ഡിസ്ട്രിക്ട് പോലെ നമുക്ക് പറയാം. ബേസിക്കലി നമ്മുടെ കൊല്ലം ജില്ലക്കകത്തുള്ള മുനിസിപ്പാലിറ്റി, പിന്നെ പഞ്ചായത്ത്, ആ ബേസിക്കലി ആണ്. ഇവിടെ മോസ്റ്റ്ലി കൗണ്ടി എന്നാണ് പറയുന്നത്. പുള്ളി കൗണ്ടിയിലെ ഒരു ഓഫീസറാണ്. ഇനി കുറച്ച് സിറ്റുവേഷൻ ബേസ്ഡ് ചോദ്യങ്ങളായിരിക്കും. ആ സിനാരിയിൽ നിങ്ങളൊരു ഓഫീസറായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് മാത്രം മേ ബി യെസ് ഓർ നോ ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടൈസൺ ഓഫീസർ ഒരു എക്സ് മിലിറ്ററി ആണ്. മിലിറ്ററിയിൽ നിന്നാണ് പിന്നെ പോലീസിൽ വന്നത്. പിന്നെ റോബിനും അതേപോലെ ബ്രസൻ ഓഫീസറും ആദ്യം കറക്ഷണൽ ഓഫീസേഴ്സ് ആയിരുന്നു. പിന്നെ ആദ്യം ഇവരെല്ലാം കറക്ഷൻ ഓഫീസേഴ്സ് ആയിരുന്നു. അവരിൽ നിന്നാണ് പോലീസിലോട്ട് വന്നത്. കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലെ പോലീസ് അല്ലെ?
basically, yeah. ജയിലിനകത്ത് ജോലി ചെയ്യുന്ന ഓഫീസർ. അപ്പൊ ആ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം അല്ലേ? തുടങ്ങിയേക്കാം. അപ്പൊ അടുത്ത റൗണ്ട് സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. വളരെ എന്ത് തോന്നുന്നു, നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്തു? ഒരു കുഴപ്പമില്ല. നമുക്ക് ആദ്യം ടൈസർ ഓഫീസറിനോട് ചോദിക്കാം. തീർച്ചയായും. ഓക്കെ, ഒരു ഡ്യൂട്ടി ദിവസം നിങ്ങൾ രാവിലെ ഇറങ്ങിയാണ്. അപ്പം ഒരു റെക്ലെസ് ആയിട്ട് ഒരു ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറിനെ നിങ്ങൾ പുൾ ഓവർ ചെയ്തു. പുൾ ഓവർ ചെയ്ത് നിങ്ങൾ നോർമൽ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് വണ്ടി സൈഡാക്കി പോയി നോക്കിയപ്പോൾ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആണെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യും? So, basically it's something called discretion. Okay? നമ്മൾ ഏത് ജോലിക്ക് പോവാണെങ്കിലും ഏത് കോളിന് പോവാണെങ്കിലും ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ ജോലി ചുമ്മാ അറസ്റ്റ് ചെയ്യുന്നില്ല. That's not our job. So basically you understand the situation and take it from there. So ഇപ്പം ഓരോ സിനിമ അനുസരിച്ചിരിക്കും. റെക്ലെസ് എന്ന് പറഞ്ഞാൽ സംഭവം അത്രയും റെക്ലെസ് ആയിട്ട് ഓവർ സ്പീഡിങ് അങ്ങനെയാണെങ്കിൽ സോ യു ബേസിക്കലി ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദ ഗായ്. സോ ബേസിക്കലി നമ്മൾ സംസാരിക്കുക എങ്ങോട്ടാ ധൃതി ഉണ്ടോ വല്ല പ്രശ്നമുണ്ടോ ആദ്യം അത് ക്ലിയർ ആയിട്ട് ചെയ്യുക. ഓക്കെ, സോ ഡിപ്പെൻഡിങ് ഓൺ obviously the situation അനുസരിച്ചിരിക്കും. പക്ഷേ most of the time നമുക്ക് discretion ഉണ്ട്. We don't have to ticket anybody. We don't have to lock up somebody, but you have to, അതൊക്കെ പാൻസ് ചെയ്യാം. സോ ബേസിക്കലി നമ്മൾ എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല, യെസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അവന്റെ വല്ല എമർജൻസി ഉണ്ടായിരുന്നോ അതോ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ടിക്കറ്റ് കൊടുക്കാതിരിക്കാം. അതാണ് അടുത്ത ചോദ്യം. പോലീസ് ഓഫീസർ ആണെങ്കിൽ ടിക്കറ്റ് കൊടുക്കണം നിർബന്ധമില്ല. മേ ബി ഒരു വാർണിംഗോ അഡ്വൈസോ കൊടുത്ത് വിടാം. യെസ്, ഇപ്പം ബേസിക്കലി നമുക്ക് റിട്ടൺ വാർണിംഗ് ഉണ്ട്, വെർബൽ വാർണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ടിക്കറ്റും ഉണ്ട്. ഓൾ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ ഫ്ലോറിൽ എന്ന് പറഞ്ഞാൽ എവരിബഡി ഈസ് ഹ്യൂമൻ. നമ്മൾ ഓഫ് ഡ്യൂട്ടി നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട്, സോ നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. സോ മാറ്റർ. സോ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുവാണ്. ആൻഡ് അപ് ടു യു. നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാം. അത് നമുക്ക് തന്നുള്ള റൈറ്റാണ്. പിന്നെ ഞങ്ങളിപ്പം എസ്പെഷ്യലി ഇപ്പം പ്രായമുള്ളവരാണെങ്കിലോ പിള്ളേരുകളാണെങ്കിലും പിള്ളേർക്ക് പേടിയായിരിക്കും, പോലീസിനെ കണ്ടൊക്കെ അറിയാൻ തുടങ്ങുമായിരിക്കും. സോ ഇറ്റ് ഡസന്റ് മാറ്റർ. സോ അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ചിലപ്പം ഡോക്ടർമാരും നേഴ്സുമാരും ഓൺ കോൾ ആയിരിക്കും, ഇവർ പോകുന്ന വഴിയായിരിക്കും. സോ ആ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ആൻഡ് വി ജസ്റ്റ് ഡീൽ വിത്ത് അക്കോർഡിംഗ്ലി. മറ്റൊരു സിനാരിയോ ആണ്, ക്രൈം ചെയ്തൊരു പുള്ളി ഒരു ക്രിമിനൽ കാർ നല്ല സ്പീഡ് വിട്ടോണ്ടിരിക്കും. അപ്പോൾ ചേസ് തന്നെ നടക്കുക. അപ്പോൾ ഇപ്പോൾ നോർമലി നമ്മളെ മൂവിയിൽ, ഇപ്പോൾ അമേരിക്കൻ മൂവിയിൽ നമ്മൾ എപ്പോഴും കാണും ചേസ് ആയി ഒരു ഹെലികോപ്റ്ററൊക്കെ വരുന്നു, പുറകെ പോകുന്നു. അങ്ങനത്തെ ഒരു നോർമലി അത് നടക്കുമോ നടക്കാതിരിക്കുമോ, നടക്കാറുണ്ടോ? ഡിപ്പെൻസ് അപ്പോൺ എ ക്രൈം. ഫെലണി ആൻഡ് അപ്പാണെന്നുണ്ടെങ്കിൽ വി അലൗഡ് ടു ചേസ്. ഡിപ്പെൻസ് അപ്പോൺ ഇപ്പം ഇൻവോൾവ് ഇൻ എ ഹോമിസൈഡ്, ഷൂട്ടിങ്ങിന് ഇൻവോൾവ് ചെയ്തു, അബ്ഡക്ഷൻസ്, ഇങ്ങനെയുള്ള കേസസിൽ ഞങ്ങൾ പെർസ്യൂട്ട് ചെയ്യും. അല്ലാതെ ചെറിയ ചെറിയ മൈനർ കേസസ്, ഇപ്പോൾ ഒരു ട്രാഫിക് വയലേഷൻസ് ആണെങ്കിൽ വി ഡോണ്ട് ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ സേഫ്റ്റി ഫോർ ദ പബ്ലിക്, ദ സേഫ്റ്റി ഫോർ us whoever driving. It's involved too much public. He may be run over, ഒരു ക്യാമറ റൺ ഓവർ ചെയ്ത് പോവാം, വേറെ ആക്സിഡന്റ് ഉണ്ടാവാം, ഈ പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇടിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഡിപ്പെൻസ് അപ്പോൺ ആണ്. വൺസ് ഇപ്പം ഹെലികോപ്റ്റർ ടേക്ക് ഓവർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പെർസ്യൂട്ട് ചെയ്തില്ല, അവരാ പിന്നെ വാച്ച് ചെയ്യുന്നത്. പിന്നെ അവർ ഞങ്ങൾക്ക് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ സിനാരിയോ ഉണ്ടായി, ഇപ്പൊ ഹെലികോപ്റ്റർ ഇല്ല, നിങ്ങൾ ചേസ് ചെയ്യുകയാണ്. അപ്പൊ ആ പോകുന്ന ക്രിമിനൽ പോകുന്ന വഴിക്ക് കുറെ വണ്ടി ഇടിക്കുന്നുണ്ട്. അപ്പൊ ആ വരുത്തി വെക്കുന്ന ഡാമേജ് ഒക്കെ ആര് ടേക്ക് ഓവർ ചെയ്യും, ആര് അത് ഹാൻഡിൽ ചെയ്യും? അത് ബേസിക്കലി ഇൻഷുറൻസും സിറ്റിയാണ് മെയിൻലി കവർ ചെയ്യുന്നത്. സിറ്റിയെ കവർ ചെയ്യുന്നത് പബ്ലിക് സൊളിസിറ്ററിന്റെ ഓഫീസിൽ. അപ്പൊ അത് ഇപ്പൊ ഇത് 3-4 കൗണ്ടി കൂടെ പോകുന്നുണ്ട്, ലോങ് ബുക്സ്. ആ കൗണ്ടിന് ലോക്കൽ ഓഫീസർ വന്ന് റിപ്പോർട്ട് എടുക്കും. ഇവനെ പിടിക്കുവാണെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റിൽ ഹൈവേകളിലേക്ക് കയറുവാണെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ടേക്ക് ഓവർ ചെയ്യും. പക്ഷെ അവിടെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് അപ്പം ഈ ആക്സിഡന്റ് ഉണ്ടാക്കുന്ന വഴിക്ക് ഇപ്പം ഹ്യൂമൻസിന് അല്ലെങ്കിൽ ഇവൻ ആരെങ്കിലും കില്ല് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താല് additional charges for the ഡ്രൈവ് ചെയ്യുന്ന. പക്ഷെ ഈ പ്രോപ്പർട്ടി ഡാമേജസ് വരുന്നതല്ല നമ്മുടെ ഇൻഷുർ ചെയ്യുന്ന സിറ്റി കവർ ചെയ്യും അല്ലെങ്കിൽ കൗണ്ടി കവർ ചെയ്യും. ഇത് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ആണ്. എല്ലാവരും സിനിമയിൽ കാണുന്ന കാര്യം അറിയത്തുള്ളൂ, ഇവിടെ എന്താ നടക്കുന്നത് അറിയാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് പോലീസിൽ നിന്ന് മാറി നമുക്ക് റോബിനോട് കുറച്ച് കറക്ഷണൽ ഓഫീസിന്റെ ബേസിൽ ചോദ്യങ്ങൾ ചോദിക്കാം. റോബിൻ ആദ്യം തുടങ്ങിയത് അവിടെ ആണല്ലോ. എങ്ങനെയുണ്ട് ആ ജോലി? ഒരു ഓവറോൾ എന്ത് തോന്നുന്നു? ഓവറോൾ ഒരു ഇന്ത്യൻ, നമ്മളൊരു ബ്രൗൺ, നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? നമുക്ക് ആ ജോലി എങ്ങനെ ടഫാണോ ഇങ്ങനെ ഈസി ആണോ? ടഫ് എന്ന് പറഞ്ഞാൽ അത് ടഫാണ്. കാരണം നമ്മൾ അധികം ഇന്ത്യൻസിനെ അവിടെ കാണാറില്ല. അന്നേരം അവര് ഇന്ത്യൻസിനെ കാണുമ്പോൾ ഒരു ഇതായിരിക്കും, റെസ്പെക്ട്ഫുൾ ആയിരിക്കില്ല. റെസ്പെക്ട്ഫുൾ അല്ല, അവർക്ക് അങ്ങനെ കണ്ടിട്ടില്ല, മനസ്സിലായോ? അപ്പം അവർക്ക് ചിലപ്പോൾ അവർ തിങ്ക് ചെയ്യും നമുക്കൊന്നും അറിയത്തില്ല, അങ്ങനെയുള്ളൊരു ഇത് കാണും. പിന്നെല്ലാം നമ്മൾ ജോലി ചെയ്ത്
നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ചാണ് നമ്മൾ അതിനകത്ത് ഒരു ചെയ്താവുന്നത്. ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അവരെ മാനേജ് ചെയ്യുന്നതിലിരിക്കും. അവര് നമ്മളെ പഠിക്കും. Inmates have nothing else to do. They watch, sit and watch every day. Then what time we coming, what we doing, then they go with that. അവര് അത് വെച്ചിട്ട് അവർ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് പറയും ഈ ഓഫീസർ വന്ന എങ്ങനെയാണ് അങ്ങനെ. അതായത് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും അവർ നോക്കും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ. അപ്പൊ നമ്മുടെ ഡിമീനർ കണ്ടിട്ടാണ് അവര് ഇത് ചെയ്യുന്നത്, നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. എന്നാൽ വേറൊരു കാര്യം, നമ്മുടെ ഫിലഡൽഫിയയില് ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നത് ലോ എൻഫോഴ്സ്മെന്റ് ഫീൽഡ് എന്ന് പറയുന്നത് കറക്ഷൻ ഓഫീസേഴ്സ്. ഇപ്പൊ റീസെന്റ് ആയപ്പോ ഒത്തിരി ഇപ്പൊ കറക്ഷൻ ഓഫീസേഴ്സ് അങ്ങനെയാണെങ്കിൽ ജയിലിൽ ഒരു അടിപിടിയൊക്കെ ഉണ്ടായി. സോ നിങ്ങൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും? അതായത് ഒരു മാസം ഓഫീസ് നിങ്ങൾ ആ പിടിച്ചു മാറ്റണം ഒബ്വിയസ്. അപ്പൊ ആ സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ബേസിക്കലി നമ്മൾ പിടിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ട്രെയിനിങ് വെത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ട്രെയിൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഇപ്പം നമ്മൾ അവരെ ഓർഡർ ചെയ്യും, കമാൻഡ് കൊടുക്കും. അതായത് ബ്രേക്കപ്പ് ചെയ്യാൻ നമ്മൾ കമാൻഡ് കൊടുക്കും. അപ്പോൾ അവർ കംപ്ലൈ ചെയ്തില്ലെങ്കിൽ ജയിലിനകത്ത് നമ്മുടെ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ പെപ്പർ സ്പ്രേ മാത്രമേ, ഗണ്ണൊന്നുമില്ല, സ്റ്റിക്കൊന്നുമില്ല. കാരണം നമ്മൾ അവരുടെ ഗണ്ണൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളപ്പോൾ ഗണ്ണും കൊണ്ട് അകത്ത് കയറേണ്ട ആവശ്യമില്ല. നമ്മൾ വെളിയിൽ പോലീസായിട്ട് ചെയ്യുമ്പം ആൾക്കാരെ നമുക്ക് ഗണ്ണൊരു ത്രെട്ടായിട്ട് കാണും. അതുകൊണ്ടാണ് നമ്മൾ ഗണ്ണ് ക്യാരി ചെയ്യുന്നത്. പക്ഷെ ജയിലിനകത്ത് അവരുടെ ഗണ്ണ് കാണത്തില്ല. പിന്നെ അവർ നമ്മൾ പെപ്പർ സ്പ്രേ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഓർഡർ കൊടുക്കും അവരോട്, അത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ പറയും. അവർ കംപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ പെപ്പർ സ്പ്രേ എടുത്തിട്ട് നമ്മൾ പെപ്പർ സ്പ്രേ അടിക്കും. ഇപ്പോൾ ജയിലിൽ എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റായിട്ട് അതിരിച്ചിരിക്കുന്നത്. ഓരോ യൂണിറ്റിൽ 100 പേര് 130 പേര് വെച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് 2 ഓഫീസർമാർ കാണും. അപ്പം ഒരു ഓഫീസർ അപ്പം ചെന്ന് കംപ്ലൈ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓഫീസർ ഓർഡർ കൊടുക്കുമ്പോൾ മറ്റേ ഓഫീസർ റേഡിയോ ആണ്. നമുക്ക് റേഡിയോ ഉണ്ട്. റേഡിയോ എടുത്ത് നമുക്ക് റെസ്പോൺസ് വിളിക്കാം. ഇപ്പൊ റെസ്പോൺസ് വിളിക്കുമ്പോൾ ഞാനിപ്പോൾ എ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എ യൂണിറ്റ് റെസ്പോൺസ് ടു എ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് എല്ലാ മറ്റേ ഏരിയയിൽ നിന്ന് എല്ലാ ആൾക്കാരിങ്ങ് വന്നു കഴിയും. അപ്പൊ നമ്മൾ തന്നെയല്ല ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സ്റ്റിൽ നമ്മൾ പോയി കമാൻഡ് കൊടുക്കും, ഓർഡർ കൊടുക്കും. അവർ കംപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ പെപ്പർ സ്പ്രേ എടുത്ത് എന്നിട്ട് സ്പ്രേ ചെയ്യും. നമ്മൾ പിടിച്ചു മാറ്റുന്ന അങ്ങനത്തെ പരിപാടിയില്ല, ആവശ്യമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു തർക്കം പരിഹാരമില്ല. നമ്മൾ വേർബൽ കമാൻഡ്സ് നമ്മൾ കമാൻഡ് കൊടുക്കുക. ഇഫ് ദേ ഡോണ്ട് ഫോളോ ഔട്ട് നമ്പർ ആണ്. എങ്ങനെ പോയാലും 120 പീപ്പിൾസിന് 2 ഓഫീസേഴ്സ് ആണ്. സോ ഇറ്റ്സ് എ ടഫ് സിറ്റുവേഷൻ. ഫിസിക്കലി നമുക്ക് അവരെ ഓവർകം ചെയ്യാൻ പറ്റില്ല. സോ മെന്റൽ സിറ്റുവേഷൻസ് ഉപയോഗിക്കുക, പിന്നെ റെസ്പോൺസിബിൾ വെച്ച് കുറച്ച് ഓഫീസേഴ്സ് കൂടെ വന്നയച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഈ പെപ്പർ സ്പ്രേ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യത്തൊന്നുമില്ല. കാരണം വെച്ചാൽ അത് പോളിസിയാണ് അങ്ങനെ. കാരണം ഓഫീസേഴ്സ് ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയുള്ള പോളിസിയാണ്. കാരണം ഒരു യൂണിറ്റിൽ 100 ഇൻമേറ്റ്സ് ആണ്, നമ്മൾ 2 ഓഫീസേഴ്സേ ഉള്ളൂ. സോ നമ്മളിപ്പോ ഇഫ് യു ഗെറ്റ് ഇൻവോൾവ്, നമുക്കറിയത്തില്ല ഇപ്പം എല്ലാവരോടും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അത് സിറ്റിക്ക് ഒരു ലയബിലിറ്റി ആണ്. അതും കൂടാണ് വേറൊരു റീസൺ നമ്മൾ ഗണ്ണോ അല്ലെങ്കിൽ മറ്റൊന്നും നമ്മൾ ക്യാരി ചെയ്യാറ്. കാരണം അവർ ഇൻ കേസ് നമ്മളെ ഓവർകം ചെയ്താല് നമ്മൾ അവർക്ക് വെപ്പൺ കൊണ്ട് കൊടുക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. സോ അതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നാട്ടിൽ എപ്പോഴും പറയും ഓക്കെ ഇനിയിപ്പോ ഒരു പ്രശ്നത്തിൽപ്പെട്ട് ജയിലിൽ പോവുകയാണെങ്കിൽ ഇനിയിപ്പോ ജീവിതകാലം ഫുള്ള് ഗോതമ്പുണ്ട കഴിക്കാന്ന് പറയും. അമേരിക്കൻ ജയിലിൽ എന്താണ് ഭക്ഷണം? അമേരിക്കൻ ജയിലിൽ ആക്ച്വലി ഗോതമ്പുണ്ട ആ ടൈപ്പ് ഫുഡല്ല. ആക്ച്വലി അവർക്കൊരു മെനു തന്നെ ഉണ്ട്. അപ്പം ഇൻമേറ്റ്സിന് തന്നെ അറിയാം മണ്ടേയിൽ ഇന്ന ടൈപ്പ് ഫുഡ് ആയിരിക്കും. ഇപ്പം ഇന്ന ദിവസം കോണ്, റൈസ്, അവർക്ക് അങ്ങനെയുള്ള ഒരു മെനു തന്നെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ പോവാം. അതും അല്ലെങ്കിൽ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പം അവിടെ അവർക്ക് ഹാർഡ് ഫുഡ് ഓർഡർ ചെയ്യുന്ന ചില ദിവസങ്ങൾ, ഇപ്പൊ ഫ്രൈഡേസോ വെനസ്ഡേസോ അങ്ങനെ പറയുന്ന ദിവസങ്ങൾ അവർ സ്ലിപ്പ് ഫിൽ ചെയ്ത് കൊടുത്താൽ അവർക്ക് അന്നേരം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ചൂട് ഫുഡ് അവർക്ക് കിട്ടുക. അപ്പൊ അവർക്ക് അവരുടെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഇൻമേറ്റ്സിന് ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പം വെളിയിലുള്ള അവരുടെ റിലേറ്റീവ്സിന് അതിനകത്ത് മണി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇവർക്ക് നേരത്തെ ഇവരുടെ ബാങ്കിനകത്തു നിന്നുള്ള ട്രാൻസ്ഫർ ചെയ്ത് അതിനകത്ത് ആ മണി ഉപയോഗിച്ച് അവർക്ക് ഫുഡ് വാങ്ങിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഇപ്പം നൂഡിൽസ് ബാക്കിയുള്ള അല്ലാത്ത ടൈപ്പ് ഫുഡ്സ് അവർക്ക് ഓർഡർ ചെയ്ത് അവരുടെ സെല്ലിൽ കൊണ്ട് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. അപ്പൊ ഫുഡ് അവർക്ക് നല്ല ഫുഡ് ഉണ്ട്. അപ്പൊ ജയിലിൽ കിടന്നാൽ അടിപൊളി ഫുഡ് അടിക്കാം അല്ലേ? ഫുഡിന് കുഴപ്പമൊന്നുമില്ല, രാജകീയ ജീവൻ തന്നെയാണ്. They can also order shoes like a Reebok shoes order ചെയ്യാം, chips order ചെയ്യാം, shirts order ചെയ്യാം. It's like a normal. അപ്പൊ ജയിലിൽ കിടന്നാൽ മതി, പുറത്ത് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് അതിനകത്ത് ചെന്ന് കാണുമ്പോഴേ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ബേസിക്കലി അവർക്ക് ഒരു പച്ചപ്പ് കാണാൻ പറ്റത്തില്ല. ഫ്രീഡം ഇല്ല. ഫ്രീഡം പ്ലസ് ആൻഡ് ഇസ് ലൈക്ക് പ്രോബ്ലി 3 പേരായിരിക്കും ഒരു സെല്ലിനകത്ത്. അതിനൊരു മറവൊന്നുമില്ല. ഓപ്പൺ ബാത്റൂം, എവറിത്തിങ് ഇസ് ഇൻ വൺ റൂം. മനസ്സിലായി. കോൺക്രീറ്റ് വാളിനകത്താണ്. എനിക്ക് ആ ജോലി വിടാൻ താല്പര്യം അത് തന്നെയായിരുന്നു. കാരണം ഞാൻ 5 years അത് ചെയ്തായിരുന്നു.
അപ്പൊ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കാണെങ്കിലും Mentally നമ്മൾ ജയിലിലല്ലെങ്കിലും നമ്മളിപ്പോ 8 hours ജയിലിനകത്താണ്. ഫുൾ കോൺക്രീറ്റ് ആണ്. നമ്മൾ ഇപ്പം ഒന്നും ഗ്രീനറി അല്ലെ സൺ ഒന്നും കാണുന്നില്ല. അപ്പൊ നമ്മളെ തന്നെ മെന്റലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം ഒരു 10 വർഷം 20 വർഷം കിടക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ റൂമിൽ കുറ്റം ചെയ്യാതെ ജയിലിൽ പോയി, മറ്റുള്ളവർ കുറ്റം ചെയ്ത് ജയിലിൽ പോയി, അത്രയുള്ള ഡിഫറൻസ്. രണ്ട് സ്ഥലമാണ് ചെയ്യുന്ന ശിക്ഷ ഒന്നാണ്. നമ്മൾ ഇത്രയും ജയിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ മൂവിയിൽ കാണുന്ന അത് നമ്മൾ എല്ലാവരും കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്പറൊക്കെ ഇട്ട ഒരു കളർ ഡ്രസ്സൊക്കെ യൂണിഫോം ഒക്കെ ആണ് എല്ലാവർക്കും. ഇവിടെ ആ സിസ്റ്റം അല്ല. ഇവർക്ക് യൂണിഫോം ഉണ്ട്, കളർ ഒരു ജോഡി, എല്ലാവരും ഒരു സ്പെസിഫിക് ഡ്രസ് ആണ് വെയർ ചെയ്യുന്നത്. പക്ഷെ ദേ ഡോണ്ട് ഹാവ് എനി നമ്പർ. സ്പെസിഫിക്കലി നമ്മൾ നമ്പർ ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. ഇവരുടെ എല്ലാ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രണ്ട് ഡെസ്കിൽ കമ്പ്യൂട്ടർ ഉണ്ട്, അതിനകത്തുണ്ട്. അപ്പം അവരെ ഓരോ സെറിനകത്ത് അസൈൻ ചെയ്യും. ഇപ്പം നമ്പർ 1, നമ്പർ 2, നമ്പർ 3. അപ്പൊ ഈ നമ്പർ 1 കിടക്കുന്നത് 3 പേരായിരിക്കും അവരുടെ. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഈ 3 പേര് ഇന്നടത്ത് കിടപ്പുണ്ട്. അപ്പൊ ആ നമ്മൾ പേര് വിളിക്കുന്ന ഉടനെ അവര് മുന്നോട്ട് വരുമോ അല്ലെങ്കിൽ എന്താണ് അവരുടെ നീഡ് എന്നുള്ള അനുസരിച്ച് നമ്മൾ ഇത് ചെയ്യുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറക്കാം. തിരിച്ച് നമുക്ക് വീണ്ടും ചോദിക്കാണ്ട് ഒരുപാട് ചോദ്യങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ നമ്മൾ കാറിന്റെ റിവ്യൂ ചെയ്തല്ലോ. അപ്പൊ കാറിന് ചുറ്റും നമ്മൾ 911 പറഞ്ഞു. ആ ഒരു പോയിന്റ് നമ്മൾ ശരിക്കും ആ വീഡിയോയിൽ വിട്ടുപോയിട്ടോ. ഒരുപാട് നമുക്ക് എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞത് പിള്ളേർക്ക് പോലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ അമേരിക്കൻ ഇപ്പൊ സ്കൂളിൽ പോലും പറഞ്ഞൊരു കാര്യം. അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ട് എന്താ ഈ 911, അതിന്റെ യൂസ് എന്താന്ന് പറയാം. സോ നമ്മുടെ അമേരിക്കയില് ആക്ച്വലി 911 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എമർജൻസി നമ്പർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നതാണ്. ആക്ച്വലി അത് 1968 മുതൽ, അന്ന് ആ സമയം മുതൽ നമ്മൾ 911 വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് ചെല്ലും. അവിടുന്നാണ് പോലീസിലേക്കാണോ ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അല്ലെങ്കിൽ ഏതിവിടത്തോട്ട് ഏത് ലൊക്കേഷനിലുള്ളതാണെന്നനുസരിച്ച് ആ കോഴ്സ് പോകുന്നത്. അതിന് മുമ്പ് വരെ നമ്മൾ 10 ഡിജിറ്റ് 215 നമ്മൾ 686 എന്ന് പറഞ്ഞ പോലെ ലോങ് ഡിജിറ്റ് നമ്പർ അടിക്കണം. അപ്പം എനിക്കൊന്ന് UK ഇതിനു മുമ്പ് 999 ആയിരുന്നു തോന്നുന്നു അവർ യൂസ് ചെയ്തോണ്ടിരുന്ന നമ്പർ. അപ്പൊ ബേസ്ഡ് ഓൺ അതിനെ ബേസ് ചെയ്ത് തന്നെ അപ്പൊ 911 എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്, ആൾക്കാർക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്, കിഡ്സിന് പോലും ലിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫോണോ എന്ത് സിസ്റ്റം ആണെങ്കിലും ലോക്ക് ആണെങ്കിൽ പോലും ആൾക്കാർക്ക് ഡയൽ ചെയ്യാൻ പറ്റും. 911 ഓൾവേസ് ഡയൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോണ് എത്ര ഇത് ലോക്കാന്ന് പറഞ്ഞത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഗവൺമെന്റ് തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത 1968 സെറ്റ് ചെയ്തതാണ്. അതുപോലെ ആൾക്കാർക്കുള്ളൊരു തെറ്റായ മിസ്കൺസെപ്ഷൻ ഉണ്ട്. നമ്മൾ 9/11 സംഭവിച്ചത് അതിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത നമ്പർ ആണോ ഈ 9/11 എന്നുള്ളത്. പക്ഷെ അല്ല, അതിനു മുമ്പ് 1968 മുതൽ ഈ നമ്പർ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ടല്ലേ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഡേയും 9/11 സെപ്റ്റംബർ 11. എക്സാക്ട്ലി, അതൊരു കോയിൻസിഡൻസ് ഉള്ളൂ, അല്ലാതെ ഇത് രണ്ടും തമ്മിൽ യാതൊരു ഇതും ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊരു സെൻട്രിക് നമ്പറാണ്. അമേരിക്കയിൽ ഏത് പോയിന്റിൽ നിന്നും ഏത് പബ്ലിക് ഫോണിൽ നിന്നും അവിടെ യൂഷ്വലി നമുക്ക് ഹൈവേകളിലൊക്കെ അവരൊരു ഫോൺ പോളോ അല്ലെ ഫോൺ ബൂത്തോ വെച്ചേക്കും. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി കൊണ്ടേ അത് നേരിട്ട് വിളിക്കാൻ നേരെ കോൾ സെന്ററിൽ ചെല്ലും. കോൾ സെന്ററിൽ നിന്ന് അവർ ലൊക്കേഷൻ അനുസരിച്ച് ഇപ്പം 911 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലീസ് മാത്രമല്ല ഫയർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ സർവീസിനാണെങ്കിൽ നമ്മൾ 911 വിളിച്ചാൽ മതി. അപ്പൊ ഈ കോൾ എടുക്കുന്നവർ അതിനെ അറേഞ്ച് ചെയ്തിട്ട് പോലീസും ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കും വിടുക ചെയ്യുന്നത്. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ, ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഒരു നമ്പറെ വിളിച്ചാൽ മതി, അവിടെ പോലീസും നീ ആരും വിളിക്കാനായിട്ട് ചോദിക്കും. മെഡിക്കൽ ആണ് വേണ്ടത്, ഫയർ ആണോ വേണ്ട, പോലീസ് ആണോ വേണ്ടത്, അതനുസരിച്ച് അവർ ഓരോരോ ബാക്കിലോട്ട് മാറും. പിന്നെ എവിടെ നിന്ന് വിളിക്കും ചോദിക്കും, അതനുസരിച്ച് ഏത് കൗണ്ട് ചെയ്യാം, ഏത് സിറ്റി പോലീസ് വേണം. അപ്പൊ ആ ലോക്കൽ അവർ ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്ത് അവിടെയാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് പറഞ്ഞെത്തുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ 9/11 ആൻസർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ടീമുണ്ട്. അവരാണ് ഇത് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്ത് ഞങ്ങളിലേക്ക് MDC-ലേക്ക് വിടുന്നത്. അവര് റേഡിയോ റൂമിൽ കൊണ്ടുപോകും. റേഡിയോയിലൂടെ ഞങ്ങൾ കണക്ഷൻ ഉണ്ട്. അവര് ഞങ്ങളെ വിളിക്കും. ഇപ്പം ഏത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് റേഡിയോ റൂമിൽ അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഗെറ്റ്സ്. അതായത് അവരാണ് റേഡിയോ ഡിസ്പാച്ചേഴ്സ്. അവരാണ് ബേസിക്കലി ഞങ്ങളുടെ ലൈഫ് അവരാണ്. ഇപ്പൊ ഞങ്ങളൊരു എമർജൻസി റേഡിയോയിൽ പറയുമ്പോൾ അവരാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് വിടുന്നത്. ഇൻട്രോയിൽ മെൻഷൻ ചെയ്തിരുന്നു ഒരു കൗണ്ടി പോലീസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൗണ്ടി എന്താ നമുക്ക് മനസ്സിലായി. ഒരു കോമൺ ചോദ്യമാണ്, എനിക്കൊരു US-ലുള്ള ഒരാൾ ചോദിച്ച ചോദ്യം തന്നെ കേട്ടോ. ഇപ്പൊ നോർമലി ഒരു ഹൈവേയിൽ ഒരു ട്രാഫിക് ടിക്കറ്റ് ഓറിയന്റഡ്, നോർമലി ഒരു ഹൈവേയിൽ നമുക്കൊരു 10 അല്ലെങ്കിൽ 15 മൈൽസ് മോർ ഓടിയാൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല. എന്നാൽ അതേ സ്ഥാനത്ത് കൗണ്ടിയിൽ പോയി ഒരു 5 മൈൽസിന് കൂടുതൽ ഓടിച്ച ടിക്കറ്റ് ഉറപ്പായിട്ട് കിട്ടും. അതിനെന്താണ് റീസൺ? കിട്ടിയതായിരിക്കും. എനിക്ക് അങ്ങനെ ഞാൻ കൗണ്ടിൽ ജോലി ചെയ്ത് അങ്ങനെ ഞാനത് കേൾക്കുന്നത്. സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ ബിക്കോസ് കൗണ്ടി എന്ന് പറഞ്ഞാൽ ഹൈവേ കൂടെ പോവാണെങ്കിൽ സ്റ്റേറ്റ് പോലീസ്. ഓക്കെ, സോ യു ഗോ ലോക്കൽ ഹൈവേ. സോ കൗണ്ടിലോട്ട് മാറുവാണെങ്കിൽ യു കമ്മിങ് ഇൻസൈഡ് റെസിഡൻസ്, ആൾക്കാർ താമസിക്കുന്നുണ്ട്, പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്. സോ അതനുസരിച്ചിരിക്കും. സോ ഇപ്പൊ നിങ്ങൾ സ്കൂൾ സോണിൽ കൂടെ സ്പീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കിട്ടും. സോ ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ബേസിക്കലി ഡിഫറൻസ്. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഹൈവേയും കൗണ്ടി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ
ആൾക്കാർ താമസിക്കുന്ന പിള്ളേർ സ്കൂളിൽ പോകുന്നത് അത്ര പോപ്പുലേഷൻ കൂടുതലാണ്, അത്രയും മോർ സേഫ്റ്റി റെസ്ട്രിക്ഷൻ കൂടും. എക്സാക്ട്ലി. അതല്ലാതെ ഇത് ഈ ട്രാഫിക് ടിക്കറ്റിന്റെ ഒരു നമുക്ക് കിട്ടുന്ന പേയ്മെന്റും അതും കൗണ്ടിക്ക് പോകുന്ന ഒരു വരുമാനം തന്നെയാണല്ലോ, അതൊരു കാരണം ആയിക്കോട്ടെ. Very little, because basically ഒരു certain part go to the court. Okay. ഒരു court fees അത് ടിക്കറ്റിനകത്ത് എഴുതുന്നുണ്ട്, എക്സാക്ട്ലി ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യും. ഇപ്പം $180 ടിക്കറ്റ് ആണെങ്കിൽ എൻ്റെ അതിന് 40 goes to the court thing. അപ്പോൾ അവർക്ക് ക്ലർക്ക് ഉണ്ട്. Everybody has to get mail to വീട്ടിൽ ടിക്കറ്റ് മെയിൽ ചെയ്ത് നിങ്ങൾ കോർട്ടിൽ വരാൻ നേരത്ത് there's a clerk working there. So സ്പ്ലിറ്റ് അപ്പ് ഉണ്ടായിരിക്കും ടിക്കറ്റ് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് ഫൈൻ അടയ്ക്കാൻ പോകുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞ കൺസിഡറേഷൻ വെച്ചിട്ട് മാസത്തിന് ആദ്യമാണോ അവസാനമാണോ ആയിരിക്കും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കിട്ടുന്നത്? സോ അതെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കോട്ടയുണ്ടോ അവസാനമാണോ. ഈ ആൻസർ പൊതുവെ ഇവിടെ ഉള്ളവർക്ക് യൂസ്ഫുൾ എല്ലാവർക്കും nothing to do with it because നോക്കുവാണെങ്കിൽ we have rotating shifts. ഇപ്പൊ ഞാനിപ്പം ഒരു മാസം ഇപ്പൊ എന്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 12-hour shifts ആണ്. ഓക്കെ. സോ ഇവരുടെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 8-hour shifts ആണ്. So they do 4 on 2 off, 5 on 2 off. ഞാൻ എന്ന് പറഞ്ഞാൽ every other weekend I'm off. So അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ there's nothing end of the month. മലയാളികൾക്കുള്ള ഏറ്റവും വലിയൊരു മിസ്കൺസെപ്ഷൻ ആണ് പോലീസിന് കോട്ടയുണ്ട്, അതുകൊണ്ട് മന്തിന്റെ തുടക്കവും അവസാനവും സ്കൂളിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പോലീസിന് എസ്പെഷ്യലി ട്രാഫിക് വയലേഷന് പോലീസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ആർക്ക് ടിക്കറ്റ് കൊടുക്കണ്ട എന്നുള്ളത്. അത് എല്ലാ പോലീസിനും അത് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആണ്. അതുകൊണ്ട് ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഭാഗ്യം ഡ്രൈവറിന്റെ വയലേഷൻ അനുസരിച്ചാണ്, മാത്രം എക്സ്ട്രീം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ 5 miles ഓവർ സ്പീഡ് ലിമിറ്റ് പോവാണെങ്കിൽ ചിലപ്പോൾ ഒരു പറഞ്ഞു സ്ലോലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഉള്ളതായിരിക്കും. അല്ലാതെ ഇപ്പം ഒരു 20-30 അല്ലെങ്കിൽ ഡബിൾ സ്പീഡ് ലിമിറ്റ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെ പോവുക, അതായത് സ്കൂൾ സോൺ ആ പിള്ളേരൊക്കെ ഉള്ള സ്ഥലം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഓഫീസ് ഡിസ്കഷനാണ്, നമുക്ക് ചെയ്യാനുള്ളത്. ഞാനൊരു ടിപ്പ് പറയാം, ഇത് സ്മോൾ ടിപ്പ്. ഇപ്പം പിള്ളേർ ചെയ്യാൻ നിർത്തുക, നമ്മുടെ ഇനിഷ്യൽ ഇന്ററാക്ഷൻ പോലീസ് ഓഫീസ് വരുന്നത് അതാണ് യുവർ ഫ്യൂച്ചേഴ്സ് ബി. ടിക്കറ്റ് ഇട്ടോ ഇല്ലയോ അങ്ങനെ വെച്ച് നോക്കാം. ഇപ്പം ടിക്കറ്റ് വരുവാണെങ്കിൽ സോറി എന്തിനാ പിള്ളേർ അങ്ങനെ പറയുവാണെങ്കിൽ കുഴപ്പമില്ല. ചിലമാര് പഴയ ദേഷ്യം എന്തിനാ ആർഗ്യുന്നത്, അപ്പം ഒന്നും എനിക്ക് ആർഗ്യുന്നുണ്ട് ഞാൻ പേപ്പർ എഴുതി തരാന്ന് പറയും. നമ്മൾ ആർഗ്യൂ ചെയ്യേണ്ടത് കോർട്ടിലാണ്, റോഡിന്റെ സൈഡിലല്ല ആർഗ്യൂ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ തോന്നുന്നു ഞാൻ സ്പീഡ് ചെയ്യുന്നില്ലായിരുന്നു, അത് അവിടെ നിന്ന് ഓഫീസറോട് ഒന്ന് പറയാം, പക്ഷെ അത് ആർഗ്യുമെന്റേറ്റീവ് ആയിട്ട് പോകരുത്. മനസ്സിലായി, നമ്മൾ ആർഗ്യൂ ചെയ്യേണ്ടത് കോർട്ടിലാണ്. കോർട്ടിൽ പോകും നമ്മൾ അവർക്ക് നമ്മൾ ഗിൽറ്റി ആണെന്ന് പറഞ്ഞ് അടിച്ചല്ല തരുന്നത്, നമുക്ക് ജസ്റ്റ് വയലേഷൻ അത് സൈറ്റേഷൻ തരുന്നതേ ഉള്ളൂ. കോടതിയിൽ പോയിട്ട് ടിക്കറ്റിനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഗിൽറ്റി ഓർ നോട്ട് ഗിൽറ്റി. നിനക്ക് ഗിൽറ്റി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പേ ദ ഫൈൻ, ഇറ്റ്സ് ഓവർ. നോട്ട് ഗിൽറ്റി ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം കോർട്ടിൽ പോയിട്ട് ഇത് ചെയ്യുക. പിന്നെ അതേപോലെ റെസിഡൻഷ്യൽ സ്ട്രീറ്റിൽ പോകുമ്പോൾ ചില റെസിഡൻഷ്യൽ സ്ട്രീറ്റിലാണെങ്കിൽ ചിലപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കുടെ സൈൻ ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ കിഡ്സിന്റെ സൈൻ ഉണ്ടാവും. അത് വാച്ച് കെയർഫുൾ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ കണ്ണ് കാണാത്ത പിള്ളേർ ക്രോസ് അങ്ങനെ കുറെ ഇതുകളുണ്ട്, അതും കൂടെ ഉണ്ട് മെയിൻ കുറെ ചിലപ്പോൾ ആൾക്കാർ മറന്നുമായിരിക്കും. അപ്പൊ അതിന് ടിക്കറ്റ് കിട്ടുമായിരിക്കും. കൗണ്ടി ഞങ്ങളുടെ കൗണ്ടി രജിസ്ട്രേഷൻ ഇപ്പൊ എന്റെ കൂടി ഞാൻ അന്ന് പുള്ളോ ചെയ്തപ്പില്ലായിരുന്നു, പക്ഷെ ഞാൻ അന്ന് തന്നെ എല്ലാം അപ്ഡേറ്റ് ചെയ്തു. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ വെരിഫൈ ചെയ്യും. I'll just tell the judge, hey, I'm satisfied. പുള്ളിക്കാരൻ ചെയ്തു, അപ്പം തന്നെ ചെയ്തു. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ സൈൻ ചെയ്തില്ല, we can issue a ticket. Failure to carry license. But ഇത് കോർട്ടിൽ ചെന്നിട്ട് ഇത് I'm sorry officer, I forget it. Normally 99% will be otherwise നിന്റെ ഇനിഷ്യൽ ഇന്ററാക്ഷൻ ആയിരിക്കും ബാക്കിയല്ല. ഇപ്പൊ ഇപ്പം ഒരു ജസ്റ്റ് ഇത് പറയാം, ഒരെണ്ണത്തിന് നമ്മൾ പുൾ ഓവർ ചെയ്ത് സംസാരിച്ചു, അന്നേരം നീ സംസാരത്തിന്റെ രീതിയിൽ അന്നേരം നോക്കുമ്പോൾ നീ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കത്തില്ല, രജിസ്ട്രേഷൻ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, അൺഫോർച്ചുനേറ്റ്ലി ലൈസൻസ് ആണെന്നില്ല, there is a 4 ticket is coming down right away. ടിന്റ് ഹാർഡ് ആയിരിക്കും, ചിലപ്പോൾ ടെയിൽ ലൈറ്റ് ഒന്ന് ഔട്ട് ആയിരിക്കും, ടിക്കറ്റ് പോകുന്നുണ്ട് ജസ്റ്റ് 6-7 ടിക്കറ്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ചോദ്യം. ഇപ്പം നാട്ടിലുള്ളവർക്ക് ചോദിക്കാനുള്ള ഇവിടെ വണ്ടികൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ടിന്റിന്റെ കാര്യം പറഞ്ഞു, അത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് മാറുമെന്ന് എനിക്കറിയാം, അതിന് ഡീറ്റെയിൽ ആയിട്ട് ആരാ പറയുന്നത്? Modification is not much modification, but you can have it. Basically, വണ്ടി ലോർ ചെയ്യുന്നതുണ്ട്. Tint is one of the things. Then noise is one of the 3 major things we basically. ഈ ടിന്റിന്റെ കാര്യം പറഞ്ഞ പോലെ കൗണ്ടി ടു കൗണ്ടി ഡിഫറെന്റ് ആയിരിക്കും. നോയിസ് ഡിഫറൻസ് പലയിടത്ത് പല ഇതാണ് വെച്ചിരിക്കുന്നത്. പല കൗണ്ടികളിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള
ലോ ആണ്, ചിലയിടത്ത് കുറവാണ്. സ്റ്റേറ്റ് അനുസരിച്ചിരിക്കും. സ്റ്റേറ്റ് ലോ ഉണ്ട്, പിന്നെ സിറ്റി ഓർഡിനൻസും ഉണ്ട്. സിറ്റി ഓരോ സിറ്റിക്കും ഡിഫറെന്റ് ആയിരിക്കും, ഓരോ സ്റ്റേറ്റിനും ഡിഫറെന്റ് ആയിരിക്കും. എക്സ്ട്രാ ലൈറ്റും വെക്കുന്നതിനും മോഡിഫിക്കേഷൻ ചെയ്യാം, ഓരോ ലിമിറ്റ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ 5% ടിന്റെ ഒട്ടിക്കാൻ പറ്റുള്ളൂ, ചില സ്ഥലത്ത് 15 ആയിരിക്കും. ഇപ്പൊ അമേരിക്കയിൽ പറ്റുന്ന സാധനം കാനഡയിൽ പറ്റില്ല വരും, അപ്പൊ അവിടെ പോയി ഫൈൻ കിട്ടും. And so state by state too. State by state. So Pennsylvania, you can't have any front windows in the front at all. So. അപ്പോൾ ഇത്ര നേരം നമ്മൾ പോലീസുകാരെ കുറിച്ച് ഓരോ കാര്യം കേട്ടോ. ഇനി ഇവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ വീഡിയോ ഡെപ്തായി നമുക്ക് കാര്യങ്ങൾ പറയുന്നത് ലെങ്തി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ അല്ലേ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നതായിരിക്കില്ലേ? തീർച്ചയായും. ഇവര് നമുക്ക് വീണ്ടും ഈ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ്, എങ്ങനെ ഒരു മിലിറ്ററി ആവാം അല്ലെങ്കിൽ ഒരു പോലീസുകാരനാവാം എന്നുള്ള പ്രൊസീജിയേഴ്സ് എൻ്റയർലി പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ഉടനെ കാണാം. ഇത്രയും നേരം വെറും തുടക്കം മാത്രമേ കേട്ടോ. ഇനി അങ്ങോട്ടാണ് വെടിക്കെട്ട്. കാരണം ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്ത് ഭംഗിയുള്ള നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് പോലീസ് ആവുന്നത്, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, മിലിറ്ററിയെക്കുറിച്ചും എങ്ങനെയാണ് അവരുടെ ട്രെയിനിങ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് പാർട്ട്. സോ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുഞ്ഞു മക്കൾ വരെ കാണേണ്ട കാര്യം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. അപ്പം സ്റ്റേ ട്യൂൺ. ഉടനെ തന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.